ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇത്തിരി ട്രെൻഡിങ് ആയിട്ടൊരു കാര്യത്തിനെക്കുറിച്ചൊരു എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കൂടെ എൻ്റെ കുട്ടി കുറുമ്പ് എൻ്റെ ബാക്കിൽ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. അത് വീഡിയോ എടുക്കുമ്പോൾ ശല്യം ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും ചിന്മയി എന്നുള്ള സിംഗറിൻ്റെ സോങ്ങൊക്കെ കേട്ട് ഭയങ്കര ത്രില്ലടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫാനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ പാട്ട് നല്ലതാണ്, സിംഗർ നല്ലതാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മറ്റേ തഗ് ലൈഫ് എന്നുള്ള മൂവിയിലത്തെ ആ സോങ് ചിന്മയി വേർഷൻ കേട്ടിട്ട് എല്ലാവരും ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനൊക്കെ എടുത്തിരിക്കാമെന്ന് എനിക്കറിയാം, ഈവൻ ഞാനാണെങ്കിൽ പോലും. പക്ഷെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അതിൽ ശരിക്കും പാടിയ ദീ എന്നുള്ളൊരു സിംഗറാണ്. ആ പെൺകുട്ടി വളരെ ചെറിയൊരു പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു 22 വയസ്സ് ആ ഒരു ഏജൊക്കെ ഉണ്ടാവുള്ളൂ. ശരിയാണ്, ഇപ്പോൾ തൃഷയാണ് ആ സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത് ആ മൂവിയിൽ. പക്ഷെ ആ മൂവിയിൽ തൃഷക്കാണെങ്കിൽ പോലും ദീൻ്റെ വോയിസിനേലും കുറച്ചും കൂടി ആപ്റ്റായിട്ട് ചേരുന്നതും ചിന്മയുടെ ചിന്മയുടെ വോയിസാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു വോയിസാണ് ചിന്മയുടെ. പിന്നെ നല്ല വോയിസുമാണ്. ദീ ആണെങ്കിലും നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ്. ആ പുള്ളിക്കാരത്തി, ആ കുട്ടിയുടെ വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയുടെ സോങ്സൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതൊരു പ്രത്യേക ഒരു വോയിസാണ്. അതുപോലെ തന്നെ ദീ എന്നുള്ള ആ ഒരു സിംഗറിൻ്റെയും ഒരു പ്രത്യേക ഒരു വോയിസായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണം. ആ കുട്ടിയുടെ എൻജോയ് ഞാൻ ഫസ്റ്റ് കണ്ടു. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു അതിൻ്റെ ഫസ്റ്റ് സോങ്. അപ്പോൾ ആ ഒരു വെറൈറ്റി ഉണ്ട് വോയിസിൽ. പക്ഷെ ആള് ഈ സോങ് പാടി ബെറ്ററായിട്ട് തന്നെ പാടി. പക്ഷേ ചിന്മയി പാടിയപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിനർത്ഥം ഒരിക്കലും ദീന് ആരും എന്താ പറയുക, ശരിക്കും ആ കുട്ടിയുടെ കരിയറിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്ത്. ഇപ്പോൾ ഈ ചിന്മയുടെ സോങ് എല്ലാവരും കേട്ടപ്പോൾ ചിന്മയുടെ സോങ്ങാണ് നല്ലത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ചില കമൻസ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. അതായത് ദീയുടെ പാട്ട് കൊള്ളില്ല, ദീന് പകരം ചിന്മേനെ കൊണ്ട് പാടിച്ചാൽ മതിയായിരുന്നു, ശരിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ആ ഒരു വിലക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് തമിഴിൽ പാടാൻ പറ്റാതിരുന്നതും പാടിക്കാതിരുന്നതും. അപ്പോൾ ഇത് ദീക്കൊരു നെഗറ്റീവായിട്ട് മാറാതെ നമ്മൾ ചിന്മേനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും എന്താ പറയുക, നല്ലതിനെ എടുക്കുക, ചീത്തേനെ കളയുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ ആരും നല്ലതും ചീത്തയൊന്നുമില്ല. രണ്ടുപേരും നന്നായിട്ട് തന്നെ പാടി, രണ്ടുപേരുടെ വേർഷനിൽ തന്നെയാണ് പാടിയിരിക്കുന്നത്. രണ്ടുപേർക്കും ഡിഫറൻസ് വോയിസസ് ഉണ്ട്. എന്താണ് പ്രൊനൗൺസിയേഷൻസ് വ്യത്യാസമുണ്ട്. നമുക്ക് എന്താ പറയുക, ചിലടത്ത് വാ തുറന്ന് പാടേണ്ടടുത്ത് പുള്ളിക്കാരത്തി ദീ പാടുമ്പോൾ എപ്പോഴും ഇത്തിരി ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ പാടുന്നൊരിതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം അത് കുറച്ചുകൂടി ചിന്മയി എന്നുള്ള സിംഗർ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് പാടിയിട്ടുണ്ട്. സോ എല്ലാവരും ചിന്മയിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ദീനെ താഴ്ത്തി കിട്ടുന്നൊരു കാര്യമാണ് എനിക്ക് പറയാൻ.